വേറൊരു കാര്യം ഞാൻ ഇപ്പം മനസ്സിലോർത്തത്, ഇക്കയ്ക്ക് സത്യം പറഞ്ഞ ഒരു ഫോർമൽ ക്ലാസിക്കൽ ട്രെയിനിങ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. പക്ഷേ ഇക്കൻ്റെ സിംഗിങ് കേട്ട അങ്ങനെ പറയില്ല കേട്ടോ. പഠിച്ചോണ്ട് സമ്മാനം അതൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇക്ക അധികം പഠിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഷോക്ക്. ചിലർ ഇതുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടാൻ മറച്ചു പോകുന്ന ആളുകളുണ്ട്. ഇത് കൂടുതൽ പഠിച്ചു പോയാലും വേദിയിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ ഇത്തിരി പേടി വരുന്ന പ്രകൃതമുണ്ട്. ചിലപ്പോൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം, ഒന്നും നോക്കാനല്ല, അടിച്ച് വിട്ടു പോകാൻ. അപ്പോൾ എന്തായാലും പ്രോഗ്രാംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ SPB സാറെ പറ്റി സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു വലിയൊരു അഭിമാനമാണ്, നമുക്കൊക്കെ കിട്ടിയൊരു വലിയ ഭാഗ്യമാണ് ഈ കാലഘട്ടത്തിൽ ജനിക്കുക, ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകൾ ഒക്കെ പാടിയിട്ടുണ്ടോ? ദാസേട്ടൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പൂവേ സെമ്പൂവേ ഉൻ വാസം വരും വാസൽ എൻ വാസൽ உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் നീതാൻ ഒരു പൂവിൻ മടൽ. അതൊക്കെ അപ്പോഴത്തെ പാട്ടുള്ള ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടിയിട്ട് എങ്ങനെ പാട്ട് നന്നാവാണ്ടിരിക്കല്ലേ ശരിക്കും. എന്താ രസം. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് സ്റ്റേജിൽ പാടാനുള്ള ഒരു ഭാഗ്യങ്ങളും ഉണ്ടായല്ലോ അല്ലേ ശരിക്കും. അപ്പം ചിലപ്പോൾ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇത്തരം പാട്ടുകൾ പാടാൻ കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്ക് ഇത്തരം പാട്ടുകൾ പാടാനുള്ള അവസരമേ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ആ കാലഘട്ടം എങ്ങനെ ആയി മാറും എന്നുള്ള കാര്യമൊന്നും ഒരു പിടുത്തമില്ല ശരിക്കും അല്ലേ. ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഒരു ജിജ്ഞാസ വരും മനസ്സിൽ. പക്ഷെ എനിക്കോട് നമ്മുടെ എനിക്കോട് അതൊക്കെ നമ്മുടെയൊക്കെ ഒരു കടമയാന്ന് തോന്നുന്നു. ഇനി വരുന്ന ജനറേഷനും ഈ പാട്ടുകളൊക്കെ മാക്സിമം നമ്മൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത ദാസേട്ടൻ്റെ ഒരു തീർച്ചയായിട്ടും ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നമ്മൾ അതെ ഒരു പാട്ട് പാടണ്ടേ ദാസേട്ടൻ്റെ? തീർച്ചയായിട്ടും പ്ലീസ്. പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ തുടുശോഭയെഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ മദകൂജനമാർന്നിണപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ മദകൂജനമാർന്നിണപ്രാക്കളില്ലേ പുലർ
പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കുളിർ ചൂടി വരാം പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയെഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഭലേ ഭേഷ് ഗംഭീരായിരുന്നു. താങ്ക് യു. ഒക്കെ നല്ല എൻജോയ് ചെയ്ത് പാടിയെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കും. ഈ ഒരു സുഖം ഇക്ക കാര്യമായിട്ട് കുറച്ച് അൺപ്ലഗ്ഡ് സെഷൻസ് ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തില്. ചെയ്യണം. അങ്ങനത്തെ പ്രോഗ്രാംസ് ആണല്ലോ വിളിക്കട്ടെ. അതെ, വിളിക്കുമ്പോൾ നമുക്ക് റാൽഫിനെയും ഡാഷിനെയും കൊണ്ടുപോകാൻ കൂടെ അങ്ങനത്തെ ഓഡിയൻസും വേണം. നമുക്ക് പറയാൻ എളുപ്പമാണ്. ഫിലിം സോങ്സിൽ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ആയി പോണ പോലെ എനിക്കൊരു ലൈവ് ചെയ്യുമ്പോഴും പലർക്കും ഇങ്ങനെ ഓക്കെ ഇന്നാള് ഓക്കെ ഗാനമേള മാത്രം, ഇന്നാള് അൺപ്ലഗ്ഡ് മാത്രം, ഇന്നാൾക്ക് ബാൻഡ് മാത്രം, അങ്ങനത്തെ ഒക്കെ ഒരു പൊതുവേ ആൾക്കാർക്ക് അങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് കുറച്ച് കഷ്ടമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അതല്ല എന്ന് തെളിയിക്കാൻ പറ്റും. അതെ അതെ അല്ലേ, നമ്മളെല്ലാം പാടുന്ന ആളുകളാണ് എന്ന് നമുക്ക് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ വേണം. അതെ.